ആദ്യം തന്നെ എല്ലാവരും ഓണാശംസകൾ. ഇന്ന് നമ്മളൊരു വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ട്, അതിനെ ഒന്ന് പാങ്ങാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം ഇതാണ് സ്റ്റുഡിയോ. ഇത് കോലം നോക്കി നമ്മുടെ സ്റ്റുഡിയോ. അതെല്ലാം നമ്മൾ ഇത് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. അതായത് നമ്മളെല്ലാവരും കുട്ടി വരച്ച ചിത്രമാണ്. ഞാൻ വരച്ചതല്ല. ഇത് പാങ്ങുണ്ടോന്ന് പറയണം, കമന്റിൽ അഭിപ്രായം പറയാട്ടാ. ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് തന്നെ വൃത്തിയാക്കാൻ തുടങ്ങാം. ക്യാമറമാൻ. അപ്പം ഗായ്സ് നമ്മളിപ്പോ പുറന്ന് ജിമ്മിന്റെ സാധനമാണ്. പക്ഷെ അങ്ങനെ ആക്കണ്ട പറഞ്ഞത് അതൊക്കെ അറിയില്ല കേട്ടോ. എൻ്റെ ഞാൻ ആക്കി തരും. പെട്ടെന്ന് പൊട്ടിയ കയ്യില്ല ഗൈസ്. അന്നേ ഇടുന്നില്ലതാണ് കടപ്പോന്തിട്ട് വന്നിട്ട് ഓനത് പൊക്കാൻ കഴിയുന്നില്ല ഗൈസ്. അപ്പൊ ഇതിൻ്റെ മിനിയാന്നേരം നമ്മളിവിടെ സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മൾ വേറെ എൻ്റെ അങ്ങേ വീട്ടിലാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കഴിഞ്ഞ്. എൻ്റെ ബന്ധുവാണ് കേട്ടോ, ശരത്ത് പറയുന്നൊരു ഏട്ടനാണ് ഇവിടെ വന്നിട്ട് ഇതാക്കിയത് ഗൈസ്. കണ്ട ഷീറ്റ് ഇട്ട് വന്ന്. പക്ഷേ ഇതിൻ്റെ അടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ട ഇതുപോലെയാണ് ഇതിൻ്റെ അടി. നിങ്ങൾ എല്ലാവരും കാണുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ അത് ഇപ്പറ ഇതേപോലെ തന്നെ വേറൊരു സ്ഥലമുണ്ട്. കണ്ട ഗൈസ് നല്ല വെയില് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്നാൽ സ്റ്റുഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഈ ചാക്കിലമ്മ ഇതിൽ എല്ലാ ബുക്കും എടുത്തിടാൻ പോവാണ്. ഇത്ര ബുക്കുണ്ട് ഗൈസ്, അട്ടി എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ അവിടെ ഒരു മൂലയുണ്ട്, കാണിച്ചു തരാം. ഇവിടെയാണ് ഇല്ലെങ്കിൽ കാട്ടാണ് കേട്ടോ, കൊതുവലെയാണ്. ഈ സാധനം നമ്മ അന്ന് ചെറുതൂർ ഫസ്റ്റ് വാങ്ങിയതാണ്. ഇതിന് തടി കുറക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇത് എങ്ങനെ ഉപകാരപ്പെടുന്നത് നമുക്ക് നോക്കാം. നല്ല പൊടി പറയിട്ടാണ് കേട്ടോ കണ്ണിരുന്നത്. ഉപയോഗം കണ്ടോ എൻ്റെ എൻ്റെ ബാഗോട്ട് പോകട്ടെ ഇതിനെ കൊണ്ട്. തടിയുള്ളവർക്ക് എല്ലാം ഈ തടിയെല്ലാം മാറ്റി തരുന്നതാണ് ഈ സാധനം. അപ്പൊ അതിന്റെ പാച്ച് പോലെ നിൽക്കുന്നുണ്ട്. അച്ചക്കന് വാങ്ങിയതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ചിട്ട് നോക്കാം. ഇതാ നീ ഇപ്പൊ ഉപയോഗിച്ച് കൊടുക്കൂലേ? അപ്പൊ കഴിച്ച് നമുക്ക് ബോറടിപ്പിക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗായ്സ്. അപ്പം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്ര വൃത്തിയാക്കണം. പിന്നെ വീഡിയോ ഉണ്ട്, ഇതെല്ലാം വൃത്തിയാക്കണം. വീടിനായിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കുന്നത്. ഇതാ മീത്ത ലൈറ്റ് ഉണ്ട്, അതെല്ലാം ആക്കിയിട്ട് ഒരു രാത്രി ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പം നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് കാണാം. അപ്പം ഗായ്സ് അപ്പം ഇത്ര ആയിട്ട് ഇനിയും കുറേ പണിയുണ്ട്. ഇന്ന് രാത്രി അടക്കം ഒരു വീഡിയോ എടുക്കേണ്ടതാണ്. പാച്ച് വിടുന്നുണ്ട്, കാണുന്നില്ലേ? ഇതാ ഇത്ര നേരം വരാൻ പണിയെടുത്തേ. ഇപ്പൊ ഞാനായി ഹലോ ഇതാ. എന്നിട്ടൊരു ചാക്കുമാണ് നമുക്ക് ഇടുന്നത് കിട്ടിയ ചാക്കാണ് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കരുത്. എന്തെന്ന് ഇതാ ഈ പുസ്തകം. ഇതില് ഈ ഫോട്ടോയിൽ നോക്കിയേ, പണ്ട് നമ്മൾ പഠിക്കുന്നുണ്ടായതാണ് കേട്ടോ. അപ്പൊ ഗൈസ് ഇത്ര നേരമായിട്ട് ഇത്രയെന്ന് പറഞ്ഞിട്ടും ഇതിന്റെ അടിയിൽ നോക്കണം. ഇത്രയും ബുക്ക് ഇനിയും ഉണ്ട്. നമുക്ക് എന്നാലും ഒന്ന് മെറ്റത് കാഴ്ച കണ്ടിട്ട് കണ്ട എന്തൊരു പ്രകൃതി ഭംഗിയായ കാഴ്ച. നിങ്ങൾക്ക് ഈ മേഘത്തിനെല്ലാം കാണാൻ എന്നുണ്ടോ അറിയില്ല. ഇതൊരു പേരക്ക മരം, കപ്പക്കായ് മരം, തെങ്ങ്. ഇതാണ് ഇത്. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. കരിയാമ്പിലാണ് ഇടാ. അതിലെന്തോ പിടിച്ചു. ഇത് ഉണങ്ങിയ ഇലയാണ്. കണ്ട ഇവിടെ നല്ല ഇതുണ്ട്, വ്യൂ കണ്ട. വീടിന്ന് കാണുന്ന വ്യൂ നിങ്ങൾക്ക് ആദ്യമായിട്ട് തിരിയുന്നതെന്ന് അറിയില്ല. നിങ്ങളുടെ ടെറസിൻ്റെ മീത്തുനിന്ന് ഇതുപോലെ കുറേ വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇവിടുത്തെ വ്യൂ ഇങ്ങനെയാണ് കണ്ടോ. ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ആ മണ്ടനാർന്ന് ഞാൻ ഇപ്പോഴത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സാധനം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് എന്നാൽ നേരെ നമുക്ക് നമ്മളെ സ്റ്റുഡിയോ ദേശം കൂടെ അതിന് പണിയുണ്ടത്രേ. ആ പണി ചെയ്യാൻ വാ. കണ്ട ഇങ്ങനെ ഇപ്പം ആക്കിയെടുത്തതാണ് ഗൈസ്. പക്ഷേ ഇതാ ഒന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണമെന്നാ തോന്നുന്നത് ഗൈസ്. വയനാട്ടിലത്തെ ദുരന്തം പോലെ ബുക്കിൻ്റെ ദുരന്തമാണ് കേട്ടാ.
അപ്പൊ ഗായ്സ് പുതിയ ചാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയില് ഒളിച്ചിക്കാട്ടോ ചെക്കൻ. നമ്മൾ ചാക്കിൽ രണ്ട് പെരുന്നുണ്ടായത്. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടായതാണ് ആ ചാക്ക്. നമുക്ക് ഈ ചാക്കിലൊന്ന് നിൽക്കാം. ഓൻ വേഗം നോക്കട്ടെ, കുറച്ച് ഞാനും നോക്കണി. കണ്ടോ, നിങ്ങൾക്ക് ഇന്ന് രാത്രിത്തെ വ്യൂ കാണിച്ചുതരാം. ഇന്ന് രാത്രി ഒരു വ്യൂ ഉണ്ട് ഗൈസ്. ഈ സ്റ്റുഡിയോ വൃത്തിയായിട്ട് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയുള്ള വീഡിയോകളൊക്കെ സ്റ്റുഡിയോയിൽ നിന്നായിരിക്കും. ഇത് കണ്ടില്ല, ഇപ്പൊ ഇങ്ങനെ പെരുതുമ്പോ കലകൾ കേരളം. ഇത് കലകൾ, ഇതെന്തെന്ന് ചിത്രം നിങ്ങൾക്ക് അറിയോ? മയിൽക്കളിയാണ് കേട്ടോ. മയിലാട്ടം എന്നാണ് ഇതിൻ്റെ പേര്, മയിലാട്ടം. ഇത് കാക്കാരക്ഷി. ഇത് പണ്ട് ഞാൻ വരച്ചതാണ് കേട്ടോ. ഇതാ കണ്ട, ഞാനിങ്ങനെ ഒന്നും അറിയാണ്ട് വരച്ചത് കേട്ടോ. കണ്ടാ, ഇത് നമുക്ക് കാണാം. ഗുരുടൻ ഇതാ വായിക്കുക കുഞ്ഞു. പാവക്കുത്ത് കായ്ച്ചത്. അതിന്റെ പേര് പുലിക്കളി. പുലിക്കളി കായ്ച്ചത്. തുമ്പിതുള്ളൽ കളിയിട്ടത്. കളിയെല്ലാം നമ്മളെ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടായിട്ട് ഇതേപോലത്തെ ഒരു രൂപം നിങ്ങളെ നാട്ടിൽ ഉണ്ടായിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ യൂട്യൂബിൽ. ഇത് ഇത്തരം കേരളത്തിലെ കലകൾ. അതിന്റെ പേര് മരിയാട്ടം. മരിയാട്ടം എന്നാണ്. പിന്നെ ഇതാ ഇത് വട്ടക്കളി. പരിചയമുട്ട. പരിചയമുട്ട് എന്നാണ് കേട്ടോ. പരിചയമുട്ട എന്നാ പറഞ്ഞത്. അതൊന്ന് ക്ഷമിക്കണം ഗൈസ്, നമുക്ക് തെറ്റിപ്പോയതാണ്. ഇത് നമുക്ക് വേറെതാണ്. അപ്പൊ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. പൂരക്കളിയാണ്. എന്താ ഞാൻ ഇപ്പോട്ട് വരച്ചാണ് കേട്ടോ. ഞാൻ വരച്ചാണ്. ഓണാശംസകൾ നേടുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേടുന്നു. അപ്പൊ നമ്മ ഈ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഓരോ ബിസ്ക്കറ്റ് എല്ലാവർക്കും 5 തരുന്നതാണ്. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടാ. ഇതാ ഇത്രയും കഴിഞ്ഞു കേട്ടാ. നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഇത് നിറച്ചുണ്ടായതാണ്. ഇനി ഈ തട്ട് വൃത്തിയാക്കണം. നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചിരുന്നത് ഇത് ഞാൻ വരച്ചാണ് കേട്ടോ. തലൂറ്റി പിടിച്ചോ, സോറി. അപ്പൊ ഇത് ഞാൻ വരച്ചാണ്. നല്ല രസമുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഓൻ്റെ ഏച്ചിയും ഇങ്ങനെ കുറേ ചിത്രമെല്ലാം വരച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചിത്രത്തിൽ ഞാൻ വരച്ച ചിത്രമാണ് ഈ കാണുന്നത്. കീറിയതാണ് കേട്ടോ. ക്ഷമിക്കണം. ഇതെല്ലാം വൃത്തിയാക്കണം. അപ്പൊ നമ്മ ഈ സാധനമില്ലേ, ഇതെല്ലാം നമ്മ ഇതിന്റെ താഴേക്ക് നടക്കാൻ പോവാണ്. അപ്പം നമുക്ക് വേഗം പണിയിൽ തുടങ്ങാം. കുറേ സംസാരിച്ചുകൊണ്ടിരുന്നാല് പണി വേഗം നടക്കൂല. അപ്പൊ നോക്കിയ നല്ല വ്യൂ അല്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പം സ്കെച്ചലുണ്ട് കേട്ടാണ്. പണ്ട് കാലത്തെ ഓർമ്മയില് ഇത് നമ്മൾ ആക്കിയത് കണ്ടോ. ഇത് നമ്മുടെ ടീച്ചർ രമ ടീച്ചർ. ഇത് കഞ്ഞിക്കുന്ന മാധ്യമ കണ്ട ഗൈസ്. ഇതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗൈസ് അത് ടീച്ചർ തന്നെയായിരുന്നു. ഇവരെ കണ്ടോ, ഇതൊന്നും ഞാൻ കുഞ്ഞു വരച്ചിട്ട് തന്നിട്ട് ഗൈസ്. അപ്പോൾ ഇത് മാലതി ടീച്ചറാണ്. നിങ്ങൾക്ക് കണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഇത് രമ ടീച്ചർ. ഇതെൻ്റെ ഏട്ടനാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ ഏട്ടൻ ചെറുപ്പത്തിലുള്ള. പിന്നെ ഇതിലേതോ ഉണ്ടായിരുന്നല്ലോ, ഇതിൽ എച്ചു ചേച്ചിയാണ്. പിന്നെ ഇതിൽ ശോഭേച്ചി ഉണ്ടായിരുന്നു. ശോഭേച്ചിന് വീട് ഫുള്ളും ഇതായിട്ടല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വേറെ പണിയിലേക്ക് പോവാ. അത് ഞാൻ വൃത്തിയാക്കുന്നുണ്ട് ഗൈസ്. ഇത് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം? ഇത് കൈക്ക് മസിൽ ഇടുന്ന സാധനം എന്നാ പറയുന്നത്. ഇത് രാത്രി അവൻ്റെ അച്ഛൻ എപ്പോഴും എടുത്താക്കലുണ്ട് എന്നാ പറയല്. എനക്കൊന്നും ആക്കാൻ കഴിയില്ല ഒറ്റക്ക് തന്നെ.
നല്ല വേനൽ സാധനമാണ് കേട്ടോ. നമുക്കത് അവിടെ വെച്ചു. നമ്മൾ പണ്ടത്തെ സൗണ്ട് ബോക്സ് നമ്മളെ പണ്ടത്തെ സൗണ്ട് ബോക്സ് നമ്മൾ പാട്ട് വെച്ചളിക്കല് അതിലിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ ഗൈസ്. അതാ ഇതിൻ്റെ അടികൾ നോക്കി. ഇതിൻ്റെ അടി ഇതാ ഈ സ്റ്റെപ്പിൻ്റെ അടിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അച്ഛനുണ്ടോണ്ട് അച്ഛനാണ് അതിൽ വീഡിയോയില് എന്തിപ്പം കാണിക്കേണ്ട അർത്ഥമാണ് അവരവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ വീട് ഉണ്ടായതാണ് കേട്ടോ. ഓക്കെ, എൻ്റെ ആ തുണി അവിടെ വെച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടിയിൽ ഓക്കെ ഇതാ എത്ര ബുക്ക് ഉണ്ടായത്. ഒരു ബുക്കില്ല ഗായ്സ്. നോക്കിയാ ഇത് വീടാണ് എല്ലാം വെച്ചിട്ട് നോക്കിയാ എന്താ ഞാനെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനുള്ളെല്ലാം വെച്ചിട്ടുണ്ട്. ഞാനും അവനും അങ്ങനെയുള്ള കഷ്ടപ്പെട്ടു. നമുക്ക് എന്നാൽ നേരെ താഴേക്ക് പോയിട്ട് മാറ്റി എടുത്തിട്ട് തരാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വണ്ടിയുടെ മാറ്റിയെടുക്കാൻ വേണ്ടിയത് ഇല്ല. അപ്പോൾ ഗൈസ് നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതൊരു ഏസിയാണ് കേട്ടോ. ഗൈസ് നമുക്ക് ഇത് ഈ സ്റ്റെപ്പിൻ്റെ ഇത്തരമുള്ളത് നിന്ന് വിചാരിച്ചത് നാളെ സ്കൂളിൽ ഓണപരിപാടി ആണെങ്കിൽ അതിൻ്റെ പ്ലാൻ വെച്ചായിരുന്നു സ്കൂളിൽ അതാക്കണമെങ്കിൽ. ഇത് ഇങ്ങനെ നമ്മൾ നാളെ സ്കൂളിൽ ആക്കാൻ പോവാണ്. നമുക്ക് നാളെ സ്കൂളുണ്ട്. നാളെ കഴിഞ്ഞാൽ 10 ദിവസം ലീവാണ്. അപ്പോൾ നിങ്ങൾക്കും ലീവിലെന്ന് ഒന്ന് കമൻറ്റ് അഭിപ്രായമാണ്. ഈ വീഡിയോ കാണുന്ന പരമാവധി ആൾക്കാരും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനുണ്ടോ. അപ്പോൾ ഗൈസ് വൃത്തിയാക്കട്ടെ. നമുക്ക് കുഞ്ഞിനെ പിടിച്ചു കുഞ്ഞു ക്യാമറാമാൻ നമുക്ക് പിന്നെ വീടെല്ലാം വൃത്തിയാക്കിയിട്ട് വരാം. ഇതെല്ലാം പൊടിയാണ് പക്ഷെ കഷ്ടപ്പെട്ട് ഇത്തിരി സമയം ഞാൻ പണിയെടുക്കും. ബാക്കി ഓനെ വിട്ടുള്ളൂ. ഓനെ കൊറേ കഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ നോക്കിയ ഇതെല്ലാം വൃത്തിയാക്കി നല്ല കുഴപ്പമുണ്ട്. ഈ ചാക്കെല്ലാം എടുത്ത് മാറ്റണം. ഇതായിട്ട് നമ്മളെ ബാക്ക് ഇത് ലൈറ്റ് ഉണ്ടെന്ന് അവിടെ അയാൾ ഇട്ടാൽ ഇങ്ങനെ കാണും. ഇതിൻ്റെ അകത്തൊരു സ്മോക്കിംഗ് വീഡിയോ ഉണ്ട്. അങ്ങനത്തെ തീർച്ചയായും കാണാം. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റുഡിയോ തന്നെ നമ്മ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന പോലെ ഒരു വീഡിയോ ഉണ്ടാവും. എല്ലാവരും കാണണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വൃത്തിയാക്കാം. സ്റ്റുഡിയോ എല്ലാം അയച്ചിട്ട് നമുക്ക് കാണാം.